ഇന്ന് ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണിത്. ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് നല്ല ചനച്ച മാങ്ങയായിരുന്നു കേട്ടോ, മൂവാണ്ടൻ മാങ്ങ, ചനച്ച മൂവാണ്ടൻ മാങ്ങ. അപ്പോൾ ഇത് ഇടുമ്പം നല്ല പുളിയുള്ള മാങ്ങയെക്കാട്ടിലും കുറച്ചൊക്കെ നമ്മൾ വ്യത്യാസം വരുത്തണം അല്ലേ. അപ്പോൾ അതാണേലും നമുക്ക് സൂക്ഷിക്കാം, 5-6 മാസമൊക്കെ കേടാകാതിരുന്നുള്ളൂ. അടുത്ത മാങ്ങാക്കാലം വരെ ഈ മാങ്ങയിരിക്കും. ഈ മാങ്ങ അച്ചാറിട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതാണ് ഇന്നത്തെ വീഡിയോ. ഇത് അച്ചാറിടുമ്പം നമുക്ക് ഒരല്പം പുളി കുറവുണ്ടല്ലോ, മധുരമുണ്ട്. അപ്പോൾ പിന്നെ സ്വാദ് ക്രമീകരിക്കാനുള്ള പഞ്ചസാര ഇടണ്ട, ഉപ്പിച്ച് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇതേ ഇവിടെ 2 കിലോ മാങ്ങ ഇട്ടിട്ടുണ്ട് കണ്ടോ, 2 അരിഞ്ഞു. ഇതേ പാകത്തിൽ നമുക്കിത് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കാം. ചതഞ്ഞതൊക്കെ മാറ്റി ഇതുപോലെയുള്ള കറുത്ത പുള്ളികളൊക്കെ ചെത്തിക്കളഞ്ഞ്, ബാക്കിയൊന്ന് മുഴുവൻ തൊലിയും കളയുന്നില്ല, പക്ഷേ കറവലുള്ള തൊലികളൊക്കെ ചെത്തിക്കളഞ്ഞ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ മാങ്ങ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അല്പം ചനച്ചതും നല്ല മൂത്തതും ഒക്കെയാണ്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 2 കിലോ മാങ്ങ, കുറച്ചൊക്കെ ചതഞ്ഞതും പെറുക്കിയതൊക്കെ പോയെങ്കിൽ പോലും 1.5 കിലോ കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചുപ്പ് ഇതൊന്ന് കുടഞ്ഞ് വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നാളെ ഉണ്ടാക്കിയാലും മതി. അതല്ല ഇന്നുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ വെളിയിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ പുറത്തിരുന്നാലും നല്ലതാണ്. നന്നായിട്ട് വെള്ളം വരണം. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറവായിരിക്കും. നമുക്കിവിടെ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ നമുക്ക് അച്ചാറാക്കാം. ഇത് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ കണ്ടോ, വെള്ളം ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങയാണ്. അതിനകത്ത് ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിനി അച്ചാറിടാം. എന്നിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. കടുക് മാങ്ങയല്ലേ, അപ്പം നമുക്ക് കടുക് നല്ല രീതിയിൽ ഇടണം. 1 ടേബിൾ സ്പൂണോളം കടുകിടാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുകിടാം. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പൊട്ടുന്നുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. 2 ഒരേ അളവിലാണ് കേട്ടോ ഇടേണ്ടത്. ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് ഉണങ്ങി കിലുകിലാന്ന് വരണം. അപ്പോൾ ഇപ്പം തന്നെ അത് ഇടാം. ഇനി ചേർക്കാനുള്ളത് അച്ചാർ പൊടി, കടുക് പൊടിച്ചത്, മഞ്ഞൾ പൊടി, കായം. ഒരൽപ്പം കുരുമുളക് പൊടി. കുരുമുളക്, കായം, മഞ്ഞൾ, കാശ്മീരി മുളക്, ഉലുവ, കടുക് എല്ലാം ചേർത്താണ് കേട്ടോ ഈ പൊടിയിൽ. എങ്കിൽ പോലും പിന്നെ പൊടിച്ച് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞില്ല. അപ്പം നമുക്കൊരൽപ്പം
കായം എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറിവേപ്പിലയൊക്കെ കിലുകിലാന്ന് വരുന്നുണ്ട്. ഇത്ര മതി. കായ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മുക്കണം. കായം, കുരുമുളക്, ഉലുവ, കടുക്, കാശ്മീരി മുളക് ഇതെല്ലാം ചേർത്താണ് ഈ അച്ചാർ പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും ഒരല്പം കായം എണ്ണയ്ക്കകത്ത് ഒന്ന് ചേർക്കുന്നത് നല്ല ഉണ്ട്. നമ്മുടെ കറിവേപ്പില കിലുകിലാന്ന് വെച്ച് തുടങ്ങി. ഇതാണ് അതിൻ്റെ പാകം. കറിവേപ്പില നന്നായിട്ട് വെള്ളം പറ്റിയപ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിയിലയും വെളുത്തുള്ളിയിലെയൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട്, നിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നിർത്തിയിട്ടത് നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ കൊഴുപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഈ അച്ചാർ പൊടി കൂടാതെ ചേർക്കാം. ഇതിപ്പം 2 കിലോയ്ക്ക് ഒരു 4 സ്പൂൺ, അല്പം കൂടെ വേണമായിരിക്കും. ഇനി നന്നായിട്ട് കൊഴുത്ത് കുറുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി എക്സ്ട്രാ ചേർക്കാം. ഇപ്പം ഇത് മതി. ഇനി നമുക്ക് ഇത് കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ചത് അതൊരല്പം ചേർക്കാം. കുരുമുളക് പൊടിയാണ്, അതും ചേർത്തു. ഇനി കുരുമുളക് പൊടി നന്നായിട്ട് എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. ഒരല്പം മഞ്ഞൾ. നമ്മുടെ ചനച്ച മാങ്ങയാണ്, മഞ്ഞൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ മാങ്ങയ്ക്കകത്തെ വെള്ളം ഇങ്ങോട്ട് അരിച്ചൊഴിക്കാം. മാങ്ങയ്ക്കകത്തെ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാം. ചനച്ച മാങ്ങ ആയതുകൊണ്ട് നല്ല കൊഴുപ്പ് കാണും. കൊഴുപ്പ് തീരെ അച്ചാറിന് മാങ്ങയ്ക്ക് കൊഴുപ്പ് കാണിയല അങ്ങനത്തെ മാങ്ങയാണെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടിയോ ചേർക്കാൻ കൊഴുപ്പിന് വേണ്ടി. ഇനി നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പിട്ടായിരുന്നു വെച്ചിരുന്നത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ നാളിരിക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ട്. പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് വിനാഗിരി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇപ്പം ചാറുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇനി വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. തീരെ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ അത്രയും ചേർത്തത്. ഓരോ മാങ്ങയ്ക്കും പുളി അനുസരിച്ച് ചില മാങ്ങയ്ക്കാണെങ്കിൽ ഉപ്പ് കുറച്ച് മതിയായിരിക്കും. ആ മാങ്ങയുടെ ഉപ്പ് വെള്ളം ഒഴിച്ചിന് നല്ല ഉപ്പുണ്ട്. ആ ഉപ്പ് ഒഴിക്കുമ്പോഴത്തേനും മുളകിനുള്ള ഉപ്പാവും. ഉപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫാക്കിയിട്ട് മാങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കി തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലാക്കാം. ഇനി തണുത്ത് കഴിയുമ്പം കാറ്റ് കയറിയാകാത്ത കുപ്പിയിൽ ഇട്ട് ഓയിൽ പേപ്പറോ പ്ലാസ്റ്റിക് പേപ്പറോ ഉണ്ടെങ്കിൽ ഗ്ലാസ് പേപ്പർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ സീൽ ചെയ്ത് വെച്ചിട്ട് ഓരോ പാത്രം നമുക്ക് പല പാത്രത്തിലാക്കി വെക്കാം. എന്നിട്ട് ഓരോ പാത്രത്തിൽ ഇരുമ്പോഴേ അടുത്തതിൻ്റെ സീല് പൊട്ടിക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് മാങ്ങ കൊള്ളപ്പം. ഇപ്പോൾ മാങ്ങ പഴുത്തു തുടങ്ങി. ഇനി മാങ്ങയൊക്കെ കിട്ടാൻ കുറച്ച് പാടായിരിക്കില്ലേ. അപ്പോൾ ഇപ്പോഴാണ് മാങ്ങ ഇടാൻ നല്ല പറ്റിയ സമയം.
അരയ്ക്കാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് ആ മുളകിനകത്ത് അല്പം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പം സ്വാദ് ക്രമീകരിക്കാൻ പഞ്ചസാരയൊന്നും ചേർക്കണ്ട. ചനച്ച മാങ്ങ ആയതുകൊണ്ട് അതിന് അല്പം മധുരമുണ്ട്. ഞാൻ നിങ്ങളൊന്ന് അടുത്ത് കാണിക്കാം. അപ്പോൾ കണ്ടോ, നല്ല അടുത്ത് കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ? ഇപ്പം കണ്ണിൽ തോന്നില്ല ഒന്ന് ഇടണമെന്ന്. നല്ല ചനച്ച നാരുള്ള മാങ്ങ, മൂവാണ്ടൻ മാങ്ങയൊക്കെയാണ് സൂപ്പർ. കിട്ടുമ്പം ഇതുപോലെ ഇട്ട് വയ്ക്കുക. നമുക്ക് 5-6 മാസമൊക്കെ സൂപ്പറായിട്ട് സുഖമായിട്ട് കേടാകാതിരുന്നോളൂ. ഇനി കേടാകുമെന്നോ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വിനാഗിരി ചേർക്കാം. ചാറ് കുറവാണെങ്കിൽ ഭരണിക്കകത്താക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ അല്പം നല്ലെണ്ണ ഒഴിച്ച്, നമുക്ക് മാങ്ങ മുകളിൽ പൊങ്ങിക്കിടക്കരുത്, നല്ലെണ്ണ ഒഴിച്ച്, നല്ലെണ്ണ ഒഴിച്ച് ഞാൻ ഭരണിക്കകത്താക്കി കഴിയുമ്പോൾ കാണിക്കാം. ഉണ്ടാക്കിയ കടുക് മാങ്ങ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനത് പാത്രത്തിലാക്കി. കണ്ടോ, മുകളിൽ നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞ് മുകളിൽ നിൽപ്പുണ്ട്. കണ്ടോ, ഇത് കാണാൻ പോകുന്നത് എണ്ണ കടുക് മാങ്ങയുടെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. എന്നാലേ കടുക് മാങ്ങ കേടാകാതെ ഇരിക്കുള്ളൂ. ഉണ്ടോ, ചരിച്ച് കാണിക്കുമ്പോൾ നമുക്കറിയാം. ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നല്ലെണ്ണ കൂടെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ വരുന്നതും വരെ. ഇതിപ്പോൾ കോരി ഇട്ടതേ ഉള്ളൂ. ചിലപ്പോൾ അത് അല്പം പയ്യെ തണുത്ത് ഒതുങ്ങി വരുമ്പോഴത്തേനും ഒന്നും കൂടെ എണ്ണ മുകളിൽ വന്നോളും. കോരി ഇടുമ്പോഴേ മാങ്ങ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിന്നാലും അത് പതുക്കെ ഒതുങ്ങി വരുമ്പോഴത്തേനും എന്തായാലും അപ്പോൾ അത് നല്ല കല്ലിച്ചടക്കിടന്നോളും. കാരണം നന്നായിട്ട് കടുക് ഉലുവയും പൊടിച്ച് ചേർത്തതാണ്. കടുകാണെങ്കിലും ഇഷ്ടം പോലെ ചേർത്തത്. അപ്പം നന്നായിട്ടത് ഒട്ടും അലിഞ്ഞൊക്കെ പോകാതെ ഇരുന്നോളും. അപ്പം നമുക്കിനി ഇത് സീൽ ചെയ്യാം. സീൽ ചെയ്യാനുള്ള പേപ്പർ ഇതാണ്. ഇതുണ്ട്, ഈ പേപ്പറും കൊണ്ട് സീൽ ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുന്നു. പൊട്ടും ചൂടില്ല. അപ്പം നമുക്കിത് വട്ടത്തിൽ, ഈ അടപ്പിൻ്റെ വട്ടത്തിൽ പാകത്തിന് കണ്ടിച്ചെടുത്തിട്ട് നമുക്ക് അടയ്ക്കാം. ഇതുകൊണ്ട് അടപ്പേ വെച്ചിട്ട് അടപ്പിൻ്റെ പാടങ്ങ് വീഴ്ത്തും. എന്നിട്ട് നമ്മൾ ആ വട്ടത്തിൽ കണ്ടിച്ചെടുത്തിട്ട് അതും ചേർത്ത് വെച്ചിട്ട് അടയ്ക്കും. നമുക്ക് സീൽ ചെയ്ത് വയ്ക്കാം. ഇനിയും താമസിച്ചാൽ മാങ്ങാക്കാലം കഴിയും. അപ്പം ചനച്ച മാങ്ങയാണേലും കുഴപ്പമില്ല, നല്ല ചില്ല് ഭരണിയിലൊക്കെ ആക്കി നമുക്ക് നല്ല എളുപ്പം എടുക്കാനുള്ളതാണ്. പ്ലാസ്റ്റിക് പാത്രമാണേലും കുഴപ്പമില്ല, നമുക്ക് അച്ചാറിട്ട് സൂക്ഷിക്കാം.